നമസ്കാരം. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ പ്രശസ്തമായ ഒരു സിനിമയിലെ ഡയലോഗാണ്. ശ്രീനിവാസൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമളയുടെ ഡയലോഗ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല രസമുള്ള ഒരു ഡയലോഗല്ലേ അത്. അതുപോലെ ഇപ്പം പുതിയൊരു വാചകം ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ മോദി തന്നില്ല, അയ്യോ മോദി തന്നില്ല. മോദി എന്തോന്ന് തന്നില്ലേ എന്തോ, എന്തോന്ന് കൊടുത്തില്ലേ എന്തോ. എന്താണെന്നറിയാം, എയിംസ് കൊടുത്തില്ലെന്ന് കേരളത്തിന്. എന്തോന്ന് പറയാൻ, എയിംസ് കൊടുത്തില്ല, ജനങ്ങളെ പറ്റിച്ച് അല്ലേ. നമ്മുടെ സംസ്ഥാനത്തു നിന്നൊരു മന്ത്രി ഉണ്ടല്ലോ, ഇവിടുന്ന് ആദ്യമായിട്ട് ആ പാർട്ടിയിൽ ജയിച്ച ഒരു മന്ത്രി, ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അദ്ദേഹം ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. എവിടെ, ജനങ്ങളെ പറ്റിച്ചു എന്നാണ് പൊതുവിലുള്ള സംസാരം. എന്നാൽ വാസ്തവം അതൊന്നും അല്ല. ഈ കള്ളത്തനം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ജനങ്ങളത് മനസ്സിലാക്കി തുടങ്ങി. കാരണം എയിംസിൻ്റെ തന്നെ നമുക്ക് വിഷയം എടുക്കാം. 2021 ഫെബ്രുവരി 14 കൊച്ചിൻ റിഫൈനറിയുടെ എക്സ്പാൻഷൻ ഇനാഗുറേഷൻ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള ഗവൺമെൻറ് ഒരു എയിംസ് ഓഫർ ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ അദ്ദേഹം സംസാരിച്ചു, എയിംസിന് എല്ലാം സാങ്ഷൻ കൊടുക്കാമെന്ന് ഓഫർ കൊടുത്തു. പക്ഷേ അവരുടെ എയിംസിൻ്റെ ഒരു നിബന്ധനകളുണ്ട്, 4 നിബന്ധനകൾ മെയിനായിട്ടുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചേക്കാണ്. 200 ഏക്കർ ഉള്ള 3-4 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു സ്ഥലം കേന്ദ്രം തീരുമാനിക്കും. അതായത് 200 ഏക്കർ ഒരു 4 സ്ഥലമെങ്കിലും അവർക്ക് നമ്മൾ ഇവിടുന്ന് തീരുമാനിച്ച് കൊടുക്കണം. അത് ഈ 4-ൽ ഏതാണ് ആപ്റ്റ് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കും. രണ്ടാമത് വാട്ടർ കണക്ടിവിറ്റി വേണം. മൂന്നാമത് 4 ലൈൻ കണക്ടിവിറ്റി. നാലാമത് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ. ഇത് ഇത്രയും നിർബന്ധമായും വേണം. അവരുടെ മെയിൻ മാനദണ്ഡമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിന് എയിംസ് ഇവിടെ അനുവദിക്കാൻ പറ്റൂ. അതിനെന്ത്, കേരള ഗവൺമെൻറ് 4 എണ്ണം കൊടുത്തു. ഇവിടെ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ തുറന്ന ജയിൽ, അവിടെ ഏക്കർ കണക്കിന് വസ്തുവുണ്ട്. ഗ്രാമപ്രദേശമാണ്, മലയോര പ്രദേശമാണ്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം, പിന്നെ കളമശ്ശേരി HMTയുടെ സ്ഥലം, പിന്നെ കോഴിക്കോട് കിനാലൂർ. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നത് കോഴിക്കോട് കിനാലൂരിലുള്ള സ്ഥലത്താണ്. അവിടുത്തെ സ്ഥലം എത്രയെന്ന് അറിയാമോ? 151 ഏക്കർ. അപ്പോൾ ഈ എയിംസിൻ്റെ മാനദണ്ഡത്തിൽ ആദ്യം തന്നെ അത് തെറ്റാണ്. 200 ഏക്കർ വേണം. ഇല്ല, അവിടെ 151 ഏക്കറേ ഉള്ളൂ. എന്നിട്ടാണ് ഇവിടെ കിടന്ന് എയിംസ് തന്നില്ല, അയ്യോ മോദി തന്നില്ല, അയ്യോ മോദി തന്നില്ല എന്ന് കിടന്ന് വിളിക്കുന്നത്. എന്തോന്നിനാണ് ജനങ്ങളെങ്ങനെ പറ്റിക്കുന്നത്? ഗ്രേറ്റർ പിറവം ഡെവലപ്മെൻറ്റ് ഫോറം ഇതിനെതിരായിട്ട് നീങ്ങി. അവർ വിവരാവകാശം വഴി ഇതെടുക്കുകയും അതും പ്രകാരം ഇവർ എന്തൊക്കെ കേസിന് പോവുകയോ പരാതി കൊടുക്കുകയോ എന്തൊക്കെ ചെയ്തു. അവർ കണ്ടെത്തി ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തു. ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡിൻ്റെ HNL പിറവത്തിനടുത്ത് ഏതോ സ്ഥലമാണ്, വെള്ളൂരെന്ന് അങ്ങനെ എന്തോന്ന് എൻ്റെ ഒരു ഓർമ്മ, പറഞ്ഞു കേട്ടുള്ള ഓർമ്മ. ഞാനിപ്പോൾ അത് നോട്ട് ചെയ്തില്ല. അവിടെ സ്ഥലമുണ്ട്, 700 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. 700 ഏക്കർ ഗവൺമെൻറ് സ്ഥലമാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 50 കിലോമീറ്റർ ഈ പറഞ്ഞ സ്ഥലത്തുള്ളൂ. നെടുമ്പാശ്ശേരിയിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ. അവിടെ ഇപ്പോൾ അത് കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്, അതായത് KPPL അതിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ അത്. അവിടെ 700 ഏക്കർ സ്ഥലത്തിലുള്ളത് 200 കൊടുക്കാൻ എന്താ പറ്റത്തില്ലേ? പിന്നെ കോഴിക്കോട് കിനാലൂർ തന്നെ വേണം. അതും ഈ 151 ഏക്കറുള്ള സ്ഥലമാണ് കേരള ഗവൺമെൻറ് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം കേന്ദ്രം അത് അംഗീകരിക്കുമോ? അത് മാത്രമല്ല, കോടതിയുടെ ഇതും കൂടെ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇപ്പം കോടതി അംഗീകരിക്കൂ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അവരുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? പിന്നെ എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറയുന്നത്? വസ്തുത മനസ്സിലാക്കാതെ ചുമ്മാ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. മോദി എയിംസ് തന്നില്ല, മോദി എയിംസ് തന്നില്ല, സുരേഷ് ഗോപി വാക്കുപാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ സുരേഷ് ഗോപി നല്ല മന്ത്രി തന്നെയാണ്. അദ്ദേഹം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് സംശയമില്ല. ജനങ്ങളിലെ എത്തുന്നില്ല. പക്ഷെ സാവകാശം ജനങ്ങളത് മനസ്സിലാക്കിക്കൊള്ളും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിനോട് എതിർപ്പുള്ളൂ. എന്താണ്? അദ്ദേഹം ഭരചന്ദ്രൻ IPS എന്നുള്ള കഥാപാത്രത്തിൽ നിന്ന് ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെ ആയിപ്പോയി. പക്ഷെ അത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തോ ഒരു സംഭവം, കലിംഗ സംവാദം അദ്ദേഹം നടത്തുന്നുണ്ടല്ലോ. അതിൽ ഏതോ പ്രായമുള്ള ഒരു അമ്മ എന്തോ ചോദിച്ചപ്പം നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മുഖ്യനോട് ചോദിക്ക് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല. ഇത്തിരി സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു ഭരചന്ദ്രൻ IPS കുടുങ്ങി കിടക്കുന്നു. പക്ഷേ അദ്ദേഹം നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചുമ്മാ വിമർശനം, സുരേഷ് ഗോപി വാക്ക് പാലിച്ചില്ല, നരേന്ദ്രമോദിജി വാക്ക് പാലിച്ചില്ല എന്നൊക്കെ. എന്തിനാണ്? ആദ്യം മാനദണ്ഡം ആദ്യത്തെ തന്നെ 200 ഏക്കർ സ്ഥലം കൊടുക്കുക. നിങ്ങൾ ഈ അവരുടെ ബാക്കി പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഉള്ള സ്ഥലം കൊടുക്കുക. ഇവിടെ ഉണ്ടല്ലോ കേരളത്തിൽ. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പം അതിനും അവർ തയ്യാറാണ്. ചുമ്മാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറയുന്നത്. എന്തിനാണിത്? പഴയതുപോലും അല്ല, ജനങ്ങൾക്കെല്ലാം മനസ്സിലാകും. ഇപ്പോഴത്തെ ഈ മീഡിയാസ്, സോഷ്യൽ മീഡിയാസൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. വിവരാവകാശം ഇതൊക്കെ കിടക്കുകയല്ലേ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കി ഇതിൻ്റെ പോയിന്റുകൾ പറഞ്ഞത്. ഞാനും ആദ്യം വിചാരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പറ്റിച്ചെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല വാസ്തവം. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്നിട്ട് പറ അവർ തന്നില്ലെന്ന്. ഇല്ലാതെ ചുമ്മാ കിടന്ന് എന്തിനാണ് ഇങ്ങനെ കിടന്ന് തള്ളുന്നത്? തള്ളലോട് തള്ളൽ. കഷ്ടം.